നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കത്തി നിൽക്കുന്ന സമയത്ത് മോഷണ കഥകളും തുടർക്കഥയാവുകയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം വാകത്താനം പോലീസ് സ്റ്റേഷനിലാണ്. വാകത്താനത്ത് കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു വീട്ടമ്മയുടെ 2.5 പവനോളം വരുന്ന മാല മോഷ്ടിച്ച യുവാവിനെ വാകത്താനം പോലീസ് ദിവസങ്ങൾക്കുള്ളിൽ പിടികൂടിയിരിക്കുകയാണ്. വാകത്താനം സ്വദേശിയായിട്ടുള്ള ലീലാമ്മ രാജുവിൻ്റെയാണ് 2.5 പവനോളം വരുന്ന സ്വർണ്ണമാലയുമായി യുവാവ് കടന്നു കളഞ്ഞതും പിന്നീട് കൂട്ടുപ്രതിയെ കൂട്ടി അത് കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തത്. അപ്പോൾ സംഭവത്തെക്കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മോട് ചങ്ങനാശ്ശേരി ഡിവൈഎസ്പി സംസാരിക്കുന്നുണ്ട്. കേൾക്കാം. 25/5/2026 തീയതി വെട്ടിക്കവല ഭാഗത്ത് റോഡിന്റെ കിഴക്കേ സൈഡിലായിട്ട് കിഴക്കുവശമായിട്ട് ഒരു കട നടത്തുന്നു. കടയെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പെട്ടിക്കടയാണ്. ഒരു കപ്പയും ചായയും എല്ലാം കൂടെ വിൽക്കുന്ന ചെറിയൊരു പെട്ടിക്കട. വളരെ സാധാരണക്കാരായ ലീലാമ്മ രാജു എന്ന് പറഞ്ഞൊരു പ്രായമായ അമ്മ, 60 വയസ്സോളം പ്രായമുണ്ട്. അമ്മ നടത്തുന്ന ഒരു കടയാണ്. അത് രാവിലെ 6:15 അവർ കട തുറക്കും. അതിനുശേഷം ഈ കപ്പ വിറ്റും ചായ കൊടുത്തും അവർ ഉപജീവനമാർഗം കണ്ടെത്തുന്ന ഒരു സ്ത്രീയാണ്. ആ കടയിൽ അന്നേ ദിവസം 25-ാം തീയതി രാവിലെ ഒരു 6:15 ഒരാൾ വരികയും അയാൾ അമ്മയുടെ അടുത്തുനിന്ന് ചായ മേടിച്ചു കുടിക്കുന്നു. രണ്ടാമത് വീണ്ടും ചായ മേടിച്ചു കുടിക്കുന്നു. ആദ്യം ഒരു 2 കിലോ കപ്പ മേടിച്ചു, വീണ്ടും കപ്പ മേടിക്കുന്നു. അത് അയാളുടെ എന്താണ് താല്പര്യമെന്ന് അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ കപ്പ എടുക്കുന്നതിനായിട്ട് കുനിഞ്ഞ സമയത്ത് അവസരങ്ങൾ നോക്കി നിന്നതാണ്. ഈ 2 പ്രാവശ്യം ചായ മേടിക്കുന്നതും 2 പ്രാവശ്യം കപ്പ മേടിക്കുന്നതൊക്കെ ചുറ്റുപാടുകളിലെ ആളുകളുടെ സാന്നിധ്യം ഒഴിവാക്കുന്നതിനായിട്ട് അവസരങ്ങൾ നോക്കി നിന്ന് അമ്മ കപ്പ എടുക്കാൻ കുനിഞ്ഞ സമയത്ത് ഒരാൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയുടെ തന്നെ ചായ ഗ്ലാസ് അവിടെ മാറ്റി വെച്ചിട്ട് ഈ മാല 2.5 പവൻ 2.5 ഗ്രാമുള്ള 2.5 ഗ്രാമുള്ള മാല പറിച്ചുകൊണ്ട് പോവുകയാണ്. മാല പറിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പോലീസിന് ഇവർ പിന്നീട് നമ്മളെ അറിയിക്കുന്നു. നമ്മളവിടെ വാകത്താനം പോലീസ് പാർട്ടി അവിടെ ചെല്ലുന്നു. പക്ഷെ ആ സമയത്ത് നമുക്ക് വ്യക്തമായ യാതൊരു സൂചനയില്ല. ഒരു 2 വീലർ ആണെന്നറിയാം. അതുപോലെ തന്നെ കറുത്ത മുണ്ടും കാക്കി ഷർട്ടും ഉള്ള മെലിഞ്ഞ ഒരാളാണെന്നറിയാം. ഇയാൾ ഹെൽമെറ്റ് ധരിച്ചിരുന്നു. ചായ കുടിക്കുമ്പം പോലും ഹെൽമെറ്റ് മാറ്റാതെ ഗ്ലാസ് മാത്രം പൊക്കി, ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് പൊക്കിയിട്ടാണ് ഇയാൾ ചായ കുടിക്കുന്നത്. അമ്മയ്ക്ക് കണ്ടാൽ തിരിച്ചറിയാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നിൽ പോലും ആ സമയത്ത് നമ്മൾ കേസെടുക്കുമ്പോൾ നമ്മൾ റോബറിക്ക് വാകത്താനം പി എസ് ക്രൈം 408/26 ഇവിടെ മൊഴി തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അപ്പം തന്നെ കേസെടുത്തു. ഇൻഫർമേഷൻ കിട്ടി വിതിൻ നോ ടൈം നമ്മൾ പോലീസ് പാർട്ടി അവിടെ എത്തുന്നു. സിഐയുടെ നേതൃത്വത്തിൽ പാർട്ടി ഇവിടെ എത്തി. അപ്പോഴും നമുക്ക് ഇവർ സ്കൂട്ടറെ അപ്പം തന്നെ ഓടിച്ച് തെങ്ങണ ഭാഗത്തേക്ക് കടന്നുപോയി എന്ന് മാത്രമാണ് വിവരമുള്ളത്. FIR രജിസ്റ്റർ ചെയ്തു. അന്വേഷണത്തിന് ടീം ഉണ്ടാക്കുന്നു. 18 പേരുടെ ഒരു വലിയ ടീമാണ് SP അദ്ദേഹത്തിൻ്റെ ജില്ലാ പോലീസ് മേധാവി ശ്രീ ഷാഹുൽ ഹമീസ് IPS നിർദ്ദേശപ്രകാരം ചങ്ങനാശ്ശേരി DVSP ആയ എൻ്റെ നേതൃത്വത്തിൽ ഈ രൂപം കൊടുത്തുന്നത്. ആ രൂപം കൊടുത്ത 18 പേരുടെ അംഗ ടീം ഞങ്ങൾ പല വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞ് പല രീതിയിൽ ഒന്ന് നമ്മുടെ നോർമൽ ചെയ്യുന്ന ഈ ടൈപ്പ് ക്രൈം ചെയ്ത ആളുകളുടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതന്വേഷിക്കുന്നു. അത് കണക്ക് ചുറ്റുപാടും കിട്ടുമെന്ന ലഭ്യമായ ഏകദേശം 200ഓളം ക്യാമറകൾ നമ്മൾ ഇതിനായിട്ട് നോക്കിയിട്ടുണ്ട്. നാട്ടിൽ ലഭ്യമായ ക്യാമറകൾ, വാഹനത്തിലെ ക്യാമറകൾ, അങ്ങനെ ആ ഭാഗത്തുനിന്ന് ആ റോഡിൽ എവിടൊക്കെ തിരിഞ്ഞാലും ആ റോഡെല്ലാം കവർ ചെയ്ത് വിശദമായ അന്വേഷണം നടത്തുന്നു. അതിൽ നിന്ന് ഈ വാഹനത്തിന്റെ ചെറിയ സൂചന നമുക്ക് ലഭിക്കുന്നു. ഈ ഉപയോഗിച്ച സ്കൂട്ടറിനെ സംബന്ധിച്ച് ആ സ്കൂട്ടറിന്റെ നമ്പർ ഏകദേശം ഒരു സംശയകരമായ നമ്പർ നമ്മൾ സോർട്ട് ചെയ്തു. ഈ ചുറ്റുപാടുമുള്ള മുഴുവൻ RTO ഓഫീസിൽ നിന്നും ആ സെയിം ടൈപ്പ് മോഡലുള്ള വാഹനം ഐഡന്റിഫൈ ചെയ്യാനുള്ള എഫേർട്ട് എടുക്കുന്നു. അത് കണക്ക് ഇത് പാസ് ചെയ്ത് പോയ റൂട്ടുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഈ 18 പേര് ഏകദേശം 9ഓളം ടീമായിട്ട് മാറിയിട്ട് ഓരോ സ്ഥലത്തും വാച്ച് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് എടുക്കുന്നു. ഇത് പരുത്തുംപാറ ഭാഗത്തു നിന്ന് തുടർന്ന് പോയി 200ഓളം ക്യാമറ നോക്കിയതിൽ ഈ വാഹനം കടന്നു പോകുന്ന വീതികൾ ഓരോന്നും ചെന്ന് അവസാനം എത്തിത്താനം പരുത്തുംപാറ സെന്റ് കിറ്റ്സിന്റെ പാതയിൽ അവിടെ എത്തുകയും അവിടുന്ന് ഡ്രസ്സ് മാറി വേറൊരു സ്ത്രീയെ ബാക്കിൽ കയറ്റി ഈ വാഹനം കടന്നു പോകുന്ന വിഷ്വൽസ് കിടക്കും. അതിനെ തുടർന്ന് ആ ഭാഗത്തു നിന്നുള്ള ഒരു സ്ത്രീയുമായിട്ടുള്ള അടുപ്പമുണ്ടെന്നും ആ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് അവിടെ തുടർച്ചയായിട്ട് അന്വേഷണം നടത്തുകയും ഈ സ്ത്രീയെ ഞങ്ങൾ പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ ടീം ഐഡന്റിഫൈ ചെയ്യും. അതിൽ നിന്ന് പ്രതിയിലേക്ക് എത്തുകയും പ്രതിയെ ഞങ്ങൾ തുടർന്ന് തൃക്കൊടിത്താനം ഭാഗത്തു നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും പ്രതിയെ വിക്ടിം ലീലാമ്മ രാജു എന്ന അമ്മ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് പ്രതി വിറ്റ സ്വർണ്ണക്കടകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ പണം എങ്ങനെ ചെലവാക്കി എന്നതിനെ സംബന്ധിച്ചും വിശദമായ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതുപയോഗിച്ച് എന്തൊക്കെ പർച്ചേസ് ചെയ്തു അതിൻ്റെ വിശദമായ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതി മോഷണം നടത്താൻ ഉപയോഗിച്ച
2 വീലർ നമ്മൾ മാസ്റ്ററിൽ ബന്ധോസിലെടുത്തിട്ടുണ്ട്. ഈ അന്വേഷണത്തിൽ ഇത് കൂടാതെ ചിങ്ങോന ലിമിറ്റിൽ നിന്ന് ഒരു സ്കൂട്ടറൂടെ ഈ പ്രതി മോഷ്ടിച്ചതായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പ്രതിയുടെ പേര് വിഷ്ണു എന്നാണ്. വിഷ്ണു സൺ ഓഫ് അനിൽകുമാർ. ഇയാള് ഇത്തിത്താന സ്വദേശിയാണ്. നിലവിൽ തൃക്കടുത്താന ലിമിറ്റാണ് താമസിക്കുന്നത്. ഈ ചിങ്ങോന ലിമിറ്റിൽ നിന്ന് മോഷണം പോയ സ്കൂട്ടറും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതും അതിൻ്റെ നിയമപരമായ പ്രൊസീജിയറിലൂടെ അത് റിക്കവറി നടപടികൾ സ്വീകരിക്കുന്നു. നിലവിൽ ധന്യപ്രതിയാകുന്നത് ഈ മോഷണം മുതൽ വിൽക്കുന്നതിന് സഹായിച്ചു. മോഷണം മുതലുമായിട്ട് ഈ പ്രതിയോടൊത്ത് യാത്ര ചെയ്യുകയും വിൽക്കുന്ന കടകളിൽ പോയി വിൽക്കാൻ വേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അതിന് ഒരു മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു മൊബൈൽ ഫോൺ ധന്യക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ധന്യക്ക് അതുകൂടാതെ ഈ പൈസ ഉപയോഗിച്ചാൽ മറ്റു പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ പണയം തരുന്ന സ്കൂട്ടർ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നിരന്തരം 8ഓളം കേസുള്ള ഒരു വ്യക്തിയാണ് ഇയാള്. ഇയാള് സ്ഥിരം തൊഴിലുപോലെ നടത്തുന്ന വാഹന മോളത്തിൽ 2 വീലർ മോഷണം തന്നെ 7 കേസായിട്ടുണ്ട്. കുറത്തിയാട് കേസുണ്ട്, ചിങ്ങവനത്തെ ഒരു കേസുണ്ട്, പാമ്പാടി കേസുണ്ട്. അങ്ങനെ നിരന്തരം കേസുള്ള ഒരു വ്യക്തിയാണ്. മാല 2 ലക്ഷം രൂപകളൊക്കെ രണ്ട് കടകളിലായി 2 ലക്ഷത്തോളം രൂപയ്ക്കാണ് വിറ്റത്. ആ കടകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. കടകളിൽ നിന്ന് ഇത് റിക്കവർ ചെയ്യാനുള്ള നടപടി കസ്റ്റഡിയിൽ വാങ്ങി തുടർ നടപടിയായിട്ട് ചെയ്യുന്നു. അവര് ചേച്ചി ഞാൻ അന്ന് ചേച്ചിക്ക് ഒരു വാക്ക് തന്നായിരുന്നു. ചേച്ചി ഓർക്കുന്നോ? അന്ന് ഞാൻ അവിടെ ചേച്ചിയുടെ മുമ്പിൽ വന്നിട്ട് ആ മോഷണം നടന്ന അന്ന് ഞാൻ ചേച്ചിയുടെ മുമ്പിൽ വന്നിരുന്നു. ചേച്ചിയോട് പറഞ്ഞ വാക്ക് ഞങ്ങൾ ഇയാളെ പിടിക്കും എന്നാണ് പറഞ്ഞത്. തന്നിരിക്കും ഞാൻ പറഞ്ഞു. ഞങ്ങൾ അന്നപ്പോൾ അവിടെ നാട്ടുകാരൊരാൾ വന്ന് എന്നോട് കുറെ സജഷൻസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഞങ്ങൾ പ്രൊഫഷണലാണ് അല്ലേ, ഞങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ട്, ഞങ്ങൾ പിടിച്ചിരിക്കും എന്നാണ് പറഞ്ഞത്. ചേച്ചി ഓർക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഒരു ടീമിനായിട്ട് ഒരു 18ഓളം പേര് വാകത്താനം പോലീസിന്റെ നേതൃത്വത്തിൽ DSPയുടെ SP ഒക്കെ SP നമ്മുടെ ഷൗക്കുൽ മുഹമ്മദ് സാർ IPS ഉൾപ്പെടെ ചങ്ങനാശ്ശേരി DSP ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇത് ഓരോ നിമിഷവും ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. ചേച്ചിക്ക് ഇത് വാങ്ങി തരണം എന്നുള്ളത്, പിടിക്കണം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സ്ത്രീകൾക്ക് സമാധാനമായിട്ട് നടക്കണം അല്ലേ? നമുക്ക് കച്ചവടം ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ്, ഒരുപാട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ. ചേച്ചി പറഞ്ഞു, അത് ഇവരോട് ചാനലിനോട് പറഞ്ഞു. ഒരുപാട് കഷ്ടപ്പെട്ട് മണ്ണും ചുമന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കി കുടുംബശ്രീ നല്ല ലോണുകളും ഒക്കെ എടുത്ത് ഒരുപാട് വിഷമിച്ച് ഞങ്ങൾ ഉണ്ടാക്കിയ മുതലുകളാണ്. അതിന്റെ വേർപ്പാണ്. ഒരുപാട് അവർക്ക് തീരാത്ത നന്ദി. രായും പകലും 8 ദിവസം എനിക്ക് വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. എനിക്ക് എത്ര പറഞ്ഞാലും അവരോട് നന്ദി തീരത്തില്ല. ഒരുപാട് നന്ദി അവരോടുണ്ട്. ഒരുപാട് അവരെപ്പോഴും എൻ്റെ കടയിൽ വരുകയും തിരക്കുകയും ഒരുപാട് അവരെനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. രായും പകലും അവരെനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. അവർ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ 8 ദിവസം എനിക്ക് ദൈവത്തിനോടും ഇവരോടും എനിക്ക് നന്ദി പറയാനുള്ളത്. ഒരുപാട് നന്ദി എനിക്ക് ഇവരോട് പറയാനുണ്ട്. ഇവരോ പറഞ്ഞാൽ തീരത്തില്ല എനിക്ക് ഇവിടുത്തെ സാറുമാരോട് എൻ്റെ നന്ദി ഒരുപാട്. ഇതുപോലെ ഈ ലോകം മുഴുവൻ ഞാൻ പറഞ്ഞു, എല്ലാ ഫേസ്ബുക്കിലും എല്ലാവരും ഞങ്ങളുടെ അടുത്തുള്ളവർ ഇട്ടേക്കോയി സാറുമാരെ കുറിച്ച്. ഇവർ രായും പകൽ ഇവർ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഇവർ ആഹാരം കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുപോലെ ഇവരെപ്പോഴും 5-6 പേര് ഞങ്ങളുടെ കടയിൽ വരികയും എന്നോട് എപ്പോഴും സമാധാനിപ്പിക്കുകയും എനിക്ക് ഉറപ്പ് തന്നു ഇവർ ചേച്ചിയുടെ മുതലും മേടിച്ച് തരുമെന്ന്. അതുപോലെ അവരെനിക്ക് തന്നെന്നുള്ളതാണ് എനിക്ക് സമാധാനമായി. ഞാനും ഉറങ്ങിയിട്ട് 8 ദിവസമായി. ആഹാരം കഴിക്കത്തേ ഇല്ല. ഞാൻ ഉച്ചയ്ക്ക് ഒരു ശകലം കഞ്ഞിയും കഞ്ഞാളും എനിക്ക് ഇറക്കത്തില്ല. ഞാൻ അതുപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാരണം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അത് ഒന്ന് കിട്ടണമെന്നുള്ള ഒരാഗ്രഹം. അതുപോലെ ദൈവത്തോട് കരഞ്ഞ് ഞാൻ മുട്ടേ കുത്തി പ്രാർത്ഥിക്കാത്ത ദിവസമില്ല ഈ 8 ദിവസവും. എനിക്കൊന്നും പറയാനില്ല. അതുപോലെ എനിക്ക് സന്തോഷം കൊണ്ട് ഇപ്പോഴത്തെ കണ്ണുനീര് വട്ടം. സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉണ്ണാവട്ടം സ്റ്റേഷനിലെ സാറുമാരോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തീരത്തില്ല. എത്ര കോടാനുകോടി നന്ദി അവരോട് എനിക്ക്. അതുപോലെ ഇവർ കഷ്ടപ്പെട്ടു ഈ ഒരു മുതൽ കിട്ടാൻ. അതുപോലെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് കിട്ടുമെന്ന്. ഇവരെ എന്നെ സമാധാനിപ്പിച്ചായിരുന്നു എനിക്ക് തരുന്നു. പക്ഷെ പലരും എന്നോട് പറഞ്ഞ് നഷ്ടപ്പെട്ടു പോയതൊക്കെ കിട്ടാൻ പാടാണ്, കിട്ടത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവരതെനിക്ക് മേടിച്ച് തന്നു. ഇന്ന് രാവിലെ 7:15 ഈ സാറുമാരെൻ്റെ മുന്നിൽ ആ പ്രതി ആയിട്ട് വന്നപ്പോൾ സത്യം പറഞ്ഞ് എനിക്ക് ആ പുള്ളിയെ കണ്ടില്ല. ഞാൻ ഇവരോടാണ് നന്ദി പറഞ്ഞത്.
പ്രതിയോടല്ല ഞാൻ നന്ദി പറഞ്ഞു, ഇവരോട് ഞാൻ നന്ദി പറയുമായിരുന്നു. ഒരുപാട് നന്ദി എനിക്ക് ഇവരോട് പറഞ്ഞാൽ തീരാത്ത നന്ദി. അത്രയുള്ളൂ എനിക്ക് പറയാൻ. ബാക്കി റിക്കവറി നടപടികൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു വണ്ടി കൂടെ ഇയാൾ സ്ഥിരം മോഷ്ടാവാണ്. സ്ഥിരം മോഷ്ടാവായതുകൊണ്ട് ഒരു വണ്ടിയും കൂടെ നമുക്ക് ചിങ്ങവനം PS ക്രൈമിലെ ഒരു കേസ് ഡിറ്റക്ഷൻ ആയിട്ടുണ്ട്. ആ വാഹനത്തിന്റെ റിക്കവറി നടപടി ചെയ്യാറുണ്ട്. ഇന്ന് ഇയാളെ പ്രതിയെ നമ്മൾ റിമാൻഡ് ചെയ്യും. ആ വ്യക്തി രണ്ടാം പ്രതിയെ റിമാൻഡ് ചെയ്യും. അതിനുശേഷം കസ്റ്റഡി വാങ്ങി ഇവിടുത്തെ നടപടി കംപ്ലീറ്റ് ചെയ്യും. ചിങ്ങവനം സ്റ്റേഷനിലെ ആ റിക്കവറി പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യും. ഒരു കേസ് കൂടെ നമുക്ക് അഡീഷണൽ ഒരു കേസ് കൂടെ ഡിറ്റക്ഷൻ ആയിട്ടുണ്ട്. ആ കേസ് ഗാന്ധിഗർ PSC മോഷണം പോയ ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്കൂട്ടർ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം, നമ്മുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്ക് ഞാൻ ഫുള്ളായിട്ട് പറയുന്നില്ല, എന്നാൽ പോലും ആ സ്കൂട്ടർ നമുക്ക് സംശയകരമായി നമ്മൾ ഈ സ്കൂട്ടർ മോഷണത്തിന്, അതായത് ഈ കൃത്യത്തിന് ഉപയോഗിച്ച സ്കൂട്ടർ അതും മോഷണം മുതലാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ആ ടൈപ്പ് സ്കൂട്ടർ പോയ ഏതെങ്കിലും കേസ് നമ്മുടെ ജില്ലയിലുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചായിരുന്നു. അത് അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ നമുക്ക് ഗാന്ധിഗർ PSC മോഷണം പോയ സ്കൂട്ടറാണെന്ന് നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിഗറിലെ ആ കേസ് കൂടെ നമുക്ക് ഇപ്പോൾ ഡിറ്റക്ഷൻ ആയിട്ടുണ്ട്. അതിന്റെ റിക്കവറി നടപടി ഓൾറെഡി നമ്മൾ റിക്കവർഡാണ് നമ്മുടെ കേസിലേക്ക് കൃത്യത്തിന് ഉപയോഗിച്ച വെഹിക്കിൾ എന്ന നിലയിൽ. പക്ഷെ ആ സ്കൂട്ടറും മറ്റൊരു കേസിലെ പ്രോപ്പർട്ടിയാണ്. അതും ആ കേസും നമുക്ക് നിലവിൽ ഡിറ്റക്ഷൻ ആയിട്ടുണ്ട്. സ്വർണത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പം നിലവിൽ കേരളത്തിലൊട്ടാകെ ധാരാളം സണച്ചിങ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പോലീസ് അതിൽ ബഹുഭൂരിപക്ഷം പോലീസ് നമുക്ക് പിടിക്കാൻ പറ്റുന്നുണ്ട്. കേരള പോലീസ് അത് ഡിറ്റക്ഷന് ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഇവിടെ ചുറ്റുപാടുണ്ട്. നമ്മുടെ കോട്ടയത്തുള്ള മിക്കവാറും എല്ലാ കേസും ഡിറ്റക്ഷനാണ്. സ്ത്രീകളോട് പൊതുവെ പറയാനുള്ളത്, ഈ ഇത്രയും 1.25 ലക്ഷം രൂപയുള്ള ഒരു പ്രോപ്പർട്ടി 2 പോയിൻ 3 പോയിനൊക്കെ ആകുമ്പോൾ ഏകദേശം 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപയുടെ മുതലാണ് നമ്മൾ കരുതലിട്ടുകൊണ്ട് നടക്കുന്നത്. നമ്മുടെ ഒരു മർഡർ കേസ് ഇപ്പോൾ ഉണ്ടായെന്ന് എനിക്കറിയാം. കായംകുളത്തെ ഒരു അമ്മ മരിച്ച വിഷയം. അതും ശരീരത്തിൽ സൂക്ഷിച്ച സ്വർണ്ണമാണ് അമ്മയുടെ ജീവൻ കളയാനിടയായത്. അമ്മയെ വലിച്ചു നിരത്തിട്ടു. നമ്മുടെ കേസിലും അമ്മ ഉരുണ്ട് താഴെ വീണു. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും അപകടം പറ്റാൻ വേണം. വാഹനം ഓടുന്ന റോഡാണ്, എന്ത് വേണം പറ്റും. അപ്പോൾ ഇത്തരത്തിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് യാതൊരു മനുഷ്യത്വം ഇല്ലാത്തവരാണ്. അല്ലെങ്കിൽ ഒരു ചെറിയ കടയായിട്ട് അവിടെ ഇരിക്കുന്ന ഒരു അമ്മയ്ക്ക് അത് നിത്യേനയുള്ള ചെലവിനുള്ള പൈസ അമ്മയ്ക്ക് കിട്ടത്തുള്ളൂ. ആ തരത്തിലുള്ള ഒരു അമ്മയെ പോലും ഇത് കണക്ക് ഉപദ്രവിക്കാൻ മനസ്സ് കാണിക്കുന്ന ക്രിമിനലുകൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്വർണം കഴുത്തിലിട്ട് നടക്കുന്നത് അത് സേഫ്റ്റി, അവരുടെ ശരീരത്തിനും അവരുടെ ജീവന് തന്നെ അപകടമുണ്ടാക്കുന്നതാണ്. അപ്പോൾ സ്വർണത്തിൻ്റെ ഉപയോഗം വളരെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഉപയോഗിക്കുന്നവർ നിർബന്ധമായിട്ടും ചെറിയ മാലകളാണെങ്കിൽ പോലും അത് അകത്ത് ഡ്രസ്സിന് പുറത്തോട്ട് എക്സ്പോസ് ചെയ്യാതെ അകത്ത് മാലയുടെ സാരിയുടെ അകത്തായിട്ടോ നൈറ്റിയുടെ അകത്തായിട്ടോ അകത്തോട്ടിട്ട് സൂക്ഷിക്കാനും ഇങ്ങനെയുള്ള ശ്രമങ്ങൾ. ഇപ്പം അമ്മയ്ക്ക് സംശയങ്ങൾ തോന്നിയായിരുന്നു. 2 പ്രാവശ്യം കപ്പ മേടിച്ചു, അത് കണക്ക് 2 പ്രാവശ്യം ചായ മേടിച്ചു. അമ്മയ്ക്ക് സംശയം തോന്നിയിരുന്നു. പക്ഷെ അങ്ങനെ നമ്മുടെ സമീപത്തേക്ക് പെട്ടെന്ന് ഇപ്പോൾ സ്കൂട്ടറിലേക്ക് പെട്ടെന്ന് ഒരാൾ കടന്നു വരുന്നു, അത് ഉറപ്പായിട്ടും നമ്മളെ ഏതെങ്കിലും രീതി ഉപദ്രവിക്കാനാണെന്ന് ചിന്തിക്കാനുള്ള ഒരു പ്രിവെന്റീവ് മെക്കാനിസം നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. നമ്മുടെ ശരീരം സംരക്ഷിക്കണം, മാല സംരക്ഷിക്കണം. ഉറപ്പായിട്ടും മാല ഹോൾഡ് ചെയ്യുകയും ചെയ്യും. മാല പുറത്തിടാതിരിക്കണം. പറ്റുമെങ്കിൽ മാല ഉപയോഗിക്കാതിരിക്കുക, സ്വർണ്ണമാല ഉപയോഗിക്കാതിരിക്കുക. സ്വർണത്തിന് പകരം ഇപ്പോൾ 1 ഗ്രാം സ്വർണം കിട്ടും. അതിനെക്കാട്ടി മെച്ചപ്പെട്ട എലിമിനേറ്റഡ് ഗോൾഡ് ഇപ്പോൾ കിട്ടും. സ്വർണത്തിന് അതിനെക്കാട്ടി മെച്ചപ്പെട്ട. അപ്പോൾ പിന്നെ അത് നമുക്കൊരു ആഭരണം എന്ന നിലയിൽ അത് ഉപയോഗിച്ചാലും മതി. സ്വർണത്തിന് ഇത്രയും വിലയുള്ള സമയത്ത് അവനവൻ്റെ ജീവൻ സംരക്ഷിക്കേണ്ടതാണ് പരമപ്രധാനം. സ്വർണം ഉപയോഗം മാക്സിമം ഉപേക്ഷിക്കുക. പ്രത്യേകിച്ചും അമ്മയെ പോലുള്ള കടയിലൊക്കെ ഇരിക്കുന്ന ഒരു അമ്മ 6:15 കട തുറക്കുന്നു, ഒറ്റയ്ക്കാണ്, അവിടെ ചുറ്റുപാടും ആരുമില്ല. അത്തരത്തിൽ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് കൂടുതൽ ജാഗ്രത കാണിക്കണം. സ്ത്രീകൾ പൊതുവെ വഴിയിലിറങ്ങി നടക്കുമ്പോഴും റോഡിൽ കൂടെ പോകുമ്പോഴും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴും. ബൈക്കിൽ പോകുന്ന ബാക്കി ഇരുന്ന ലേഡിയുടെ കൂടെ ബൈക്കിൽ വന്ന് മാല പൊട്ടിച്ച സംഭവങ്ങളുണ്ട്. അപ്പോൾ ബാക്കി മാലയെ അടിച്ചു തല്ലി റോഡിൽ വീഴുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അപകടം എത്തുമാത്രം വലുതായിരിക്കും. ആ സ്ത്രീയെക്കുറിച്ച്, അവരുടെ ജീവനെക്കുറിച്ച് യാതൊരു കരുണയില്ലാത്ത ആളുകളാണ് ഇത്തരം ക്രൈം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സുരക്ഷ, പോലീസ് എല്ലാ രീതിയിലുള്ള സുരക്ഷ ഒരുക്കുമ്പോൾ പോലും നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ സുരക്ഷ നമ്മളോട് നോക്കണം. അതിനാവശ്യമായ നടപടികൾ നമ്മുടെ സ്ത്രീകൾ എടുക്കേണ്ടത് ആവശ്യമാണ്. അതിനാവശ്യമായ സപ്പോർട്ട് നമ്മുടെ കുടുംബനാഥന്മാർ കൊടുക്കുകയും ചെയ്യും.